നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മലപ്പുറം സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിക്കുവാൻ മുന്നിട്ടിറങ്ങി ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്. അവധി ദിനത്തിലും നിരവധി പേരാണ് ശുചീകരണത്തിന് എത്തിയത്. ചപ്പും ചവറും മാലിന്യങ്ങളും നീക്കി ശുചീകരണത്തിന് കളക്ടർ തുടക്കമിട്ടു. നവകേരളം വൃത്തിയുള്ള കേരളം വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിനിൻ്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനത്തിനാണ് ജില്ലാ കളക്ടർ നേതൃത്വം നൽകിയത്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടെ നടത്തുവാനും ഓഫീസും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് കളക്ടർ പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരും ഹരിതകർമ്മസേനയും മുനിസിപ്പാലിറ്റിയും ട്രോമ കെയറും മറ്റ് വോളണ്ടിയേഴ്സും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു വമ്പിച്ച ക്ലീനിങ് ഡ്രൈവ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഓഫീസുകൾക്ക് ഉൾവശവും ചുറ്റുപാടുകളും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ബന്ധപ്പെട്ട ഓഫീസ് മേലധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. കേവലം പ്രഖ്യാപനം മാത്രമല്ല, അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ജീവനക്കാരും ഓഫീസുകളും സിവിൽ സ്റ്റേഷൻ പരിസരവും വൃത്തിയാക്കി. ഹരിതകർമ്മസേന, നഗരസഭ, ട്രോമ കെയർ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണം. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.